എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേല, നടികർ, DNA, ഹണ്ട്, ഒരു ജാതി ജാതകം, ഗെറ്റ് സെറ്റ് ബേബി ഈ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഒരുമ്പെട്ടവൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയാണ് ഒരുമ്പെട്ടവൻ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ ഇന്ന് മനോരമ മാക്സിൽ ഒരുമ്പെട്ടവൻ എന്ന സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സീരീസാണ് ഫാർമ. ഈ സീരീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. ഇപ്പോഴത്തെ ഫാർമ സീരീസ് OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഏപ്രിൽ മാസത്തിലാണ് ഫാർമ സീരീസ് OTT റിലീസ് ആവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വേല സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഇറങ്ങി 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ആയിട്ടില്ല. മികച്ച ഒരു ത്രില്ലർ സിനിമയാണ് വേല. ഷെയ്ൻ നിഗം, സണ്ണി വെയിൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. വേല സിനിമ മാർച്ച് മാസത്തിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. അനൂപ് മേനോൻ, ഭാവന, സൗബിൻ ഷാഹിർ, ടോവിനോ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട സിനിമ തന്നെയാണ് നടികർ. അത്രയും സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ നടികർ സിനിമയുടെ OTT വർഷങ്ങൾക്ക് ശേഷം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ നടികർ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് DNA സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. DNA സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മനോരമ മാക്സ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീക്കിൽ തന്നെ DNA സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, ബേസിൽ, നമിത പ്രമോദ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് റൊമാനിക്കൽ മൂവിയാണ് കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 28-ന് സൈനാപ്ലേയിൽ കപ്പ് സിനിമയുടെ OTT ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനയ് ഫോർട്ട് നായകനായ സിനിമയായിരുന്നു വാതിൽ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വാതിൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ വാതിൽ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ റിലീസ് തീയതി വന്നിട്ടില്ല. മാർച്ച് മാസം തന്നെ വാതിൽ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് ബാഡ് ബോയ്സ് സ്വന്തമാക്കിയത്. റഹ്മാന്റെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സ്. ഫാമിലി കോമഡി മൂവിയായിരുന്നു ബാഡ് ബോയ്സ്. ഒമർ ലുലു ആണ് സിനിമ സംവിധാനം ചെയ്തത്. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴൊടുവിൽ ബാഡ് ബോയ്സ് OTTയിൽ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ബാഡ് ബോയ്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും ബാഡ് ബോയ്സിന്റെ OTT റിലീസ്. സർപ്രൈസ് ആയിട്ടായിരിക്കും ബാഡ് ബോയ്സ് OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നിഖില വിമൽ, ഉണ്ണിമുകുന്ദൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ സിനിമ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി. മാർക്കോ സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ് സെറ്റ് ബേബി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഈ 2 OTT പ്ലാറ്റ്ഫോം ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരു പക്ഷേ ഈ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസ് ആയിട്ട് റിലീസ് ആവും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഹൊറർ മൂവിയായിരുന്നു ഹണ്ട്. കോളേജിലുണ്ടാകുന്ന ചില സംഭവങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ആരാധകർ വലിയ ത്രില്ലിങ്ങോടെയാണ് ഹണ്ട് സിനിമ കണ്ടത്. തിയേറ്ററുകളിൽ നല്ലൊരു കയ്യടി ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഹണ്ട് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് കുറെ കാലമായിട്ടുണ്ടായിരുന്നു. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ആമസോൺ പ്രൈമാണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിൽ ഹണ്ട് സിനിമ OTTയിൽ വന്നേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ മാർച്ച് 14-നാണ് OTT റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നത്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സൈനാപ്ലേ ഈ 3 OTT പ്ലാറ്റ്ഫോമാണ് ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിനിമ പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇതുവരെ പുതിയ തീയതി വന്നിട്ടില്ല. പക്ഷേ സർപ്രൈസ് ആയിട്ട് ഈ വീക്കിൽ തന്നെ ഒരു ജാതി ജാതകം എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. ചിലപ്പോൾ ഇന്ന് രാത്രി വരാനും സാധ്യതയുണ്ട്. ഒരു കോമഡി മൂവിയായിരുന്നു ഒരു ജാതി ജാതകം.
വിനീത് ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമ സ്വന്തമാക്കിയത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.